بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ കർണാടക ജമിയത്തുൽ ഉലമ അധ്യക്ഷൻ ശൈഖുന അബ്ദുൽ ഹമീദ് ഉസ്താദ് അവറുകൾ, മറ്റു ഉലമാക്കൾ, സാദാത്തുക്കൾ, ഉമറാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളുടെ സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് യാതൊരു സായുധ സംഘടനകളും ഇല്ലാതെ ആരെയും ശാരീരികമായി വേദനിപ്പിക്കാതെ ആത്മീയ ചൈതന്യത്തിലൂടെ ഇസ്ലാമിൻ്റെ ദഅവത്ത് നടത്തി ജനങ്ങളെ സംസ്കരിച്ചെടുത്ത ഇന്ത്യയുടെ സുൽത്താൻ എന്ന് ആത്മീയ ലോകത്ത് അറിയപ്പെടുന്ന സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ അനുസ്മരിക്കുന്ന വളരെ അനുഗ്രഹീതമായ പരിപാടി നമ്മുടെ ദാറുൽ ഇർശാദിൽ വർഷം തോറും തുടക്കകാലം മുതലേ നടന്നു വരുന്നതാണ്. അല്ലാഹു തആല എല്ലാ അമലുകളും ഖബൂൽ ചെയ്യുമാറാകട്ടെ. മനുഷ്യന് ശരീരം, ആത്മാവ് എന്നിങ്ങനെ രണ്ട് ഘടകങ്ങൾ ഉണ്ടല്ലോ. ശരീരം എപ്പോഴും പല ആഗ്രഹങ്ങളിലേക്കും മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ അപകടത്തിൽ പോയി ചാടാതെ കൃത്യമായി അതിനെ നിയന്ത്രിച്ച് സംസ്കരിച്ച് വിജയത്തിലെത്തിക്കാനുള്ളതാണ് ആത്മീയമായ ചിന്തകൾ. ആ രംഗത്ത് പ്രവർത്തിച്ച ആരിഫീങ്ങളും ഔലിയാക്കളുമായ സാലിഹീങ്ങൾ, അവരെ പിന്തുടർന്ന് ജീവിക്കാനാണ് ഖുർആനിലുടനീളം നമ്മെ ഉപദേശിച്ചിട്ടുള്ളത്. ആ നിലക്ക് ജീവിക്കാനുള്ള തൗഫീഖ് ലഭിക്കാൻ വേണ്ടിയാണ് എല്ലാ ദിവസവും വളരെ അദബോടെ ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന്
اهدنا الصراط المستقيم صراط الذين أنعمت عليهم എന്നിങ്ങനെ നാം ദുആ ചെയ്യുന്നു. മഹാന്മാർ എപ്പോഴും അനുസ്മരിക്കപ്പെടേണ്ടവരാണ്. അവരെ അനുസ്മരിക്കുന്നത് നമുക്ക് ഈമാനും തഖ്വയും വർദ്ധിക്കാൻ കാരണമാണ്. സ്നേഹം എന്ന് പറയുന്നത് സ്നേഹിക്കപ്പെടുന്നവർ ആരാണോ അതനുസരിച്ച് അത് വലിയ പുണ്യകർമ്മമാകുന്നതും, അതേ സമയത്ത് സ്നേഹിക്കപ്പെടുന്നവർ അല്ലാഹുവിന്റെ ശത്രുക്കളാകുമ്പോൾ ആ സ്നേഹം വളരെ അപകടമാകുന്നതുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അഫ്ളലുൽ അഅ്മാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിക്കുക, അല്ലാഹുവിന്റെ പേരിൽ വെറുക്കുക, അത് അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മാണി ഉസ്താദ് അവറുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ മഹത്തായ സ്ഥാപനത്തെ സംബന്ധിച്ച് അതിനെ നിങ്ങളെല്ലാവരും ഹബ്ബ് വെക്കണം, സ്നേഹം കാണിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ മാനദണ്ഡം? ഈ സ്ഥാപനത്തിൽ വെച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലെ ആശയങ്ങൾ, തഫ്സീറുകൾ, ഖുർആനിലുള്ള കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾ, ഖുർആനിലുള്ള സ്വഭാവ സംസ്കരണ അറിവുകൾ, ഖുർആനിലുള്ള ചരിത്രങ്ങൾ, അങ്ങനെ ഖുർആനിലുള്ള ഉലൂമുകൾ, അറിവുകൾ, അത് നമുക്ക് നമ്മുടെ പുതിയ തലമുറക്ക് കൈമാറുന്നു. അവരാണ് ഭാവിയിൽ ഇവിടെ ഇൽമും ദീനും നിലനിർത്തേണ്ടവർ. അങ്ങനെയുള്ള മുതഅല്ലിമീങ്ങളെ വളർത്തിയെടുക്കുന്നു. അതേപോലെ മറ്റു ചെറിയ കുട്ടികളെ ദീനീ ചിട്ടയിൽ വളർത്തുന്നു. അതുകൊണ്ട് തന്നെ ഇത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രമാണ്. അതിനാൽ ദീനിനെ സ്നേഹിക്കുന്നവർ ഈ സ്ഥാപനത്തെ സ്നേഹിക്കണം, ഈ സ്ഥാപനത്തെ സഹായിക്കണം. ഉസ്താദ് അവറുകൾ അദ്ദേഹത്തിന്റെ പ്രായസമയത്ത്, അദ്ദേഹം വളരെ പ്രായമുള്ള ഒരാളാണ് എന്ന് ഉസ്താദിന്റെ മനസ്സിൽ തോന്നാതിരിക്കട്ടെ, നമ്മളെ മനസ്സിലും തോന്നാതിരിക്കട്ടെ. അങ്ങനെ തോന്നിയാൽ പിന്നെ ഒരു പണിയും നടക്കൂല. എപ്പോഴും ഞാൻ നല്ല യുവാവാണ് എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ആവേശവും ഉന്മേഷവും ഒക്കെ ലഭിക്കുക. എന്നാൽ ഉള്ള വയസ്സ് കുറയൂലല്ലോ. ഇനി തിരിച്ചു വിചാരിച്ചുകൊണ്ട് കൂടുകയില്ല, കുറയുകയില്ല. അല്ലാഹു തആല ഉസ്താദ് അവറുകൾക്കും നമ്മുടെ എല്ലാ ആലിമീങ്ങൾക്കും നമുക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ ദീർഘ ആയുസ് തഖ്വയോടുകൂടെ നൽകുമാറാകട്ടെ. ഉസ്താദ് അവറുകൾ വളരെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നാണ് ഈ സ്ഥാപനത്തെ സഹായിക്കണം എന്ന്, സ്നേഹിക്കണം എന്ന് നമ്മളോട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വർഷങ്ങളായി പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ഏതോ ഒരു വർഷം ഒരിക്കൽ മിസ്സായി തോന്നുന്നുണ്ട്, എപ്പോഴെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എപ്പോഴും പങ്കെടുക്കണം എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അതിന് നമുക്കും ആഗ്രഹമുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോ ഞാൻ ദുബായിൽ നിന്ന് രാത്രി ഇവിടുത്തെ ഏകദേശം ഒരു മണി 1:30 മണി സമയത്ത് ഇവിടെ വരാൻ വേണ്ടി തന്നെ വന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്,
ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകന്മാർ ബക്കറ്റുമായി നിങ്ങളെ സമീപിക്കും. എല്ലാവർക്കും അറിയാം വെള്ളം കോരാനല്ല, നിങ്ങളൊക്കെ നല്ല സംഭാവനകൾ കൊടുക്കണം. സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് മാത്രമേ അത് നടത്താനുള്ള പ്രയാസവും ബുദ്ധിമുട്ടും നടത്തുന്നവർക്കേ മനസ്സിലാവുള്ളൂ. സൈക്കിള് ചവിട്ടിയിട്ട് പോകുന്നത് കണ്ടാൽ ഫോട്ടോ എടുക്കാൻ നല്ല രസമുണ്ടാവും, ചവിട്ടുന്നവനെ അത് ചവിട്ടാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവും. അതുപോലെ കാറിന്റെ ഉള്ളിൽ AC ഇട്ട് വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്നത് പുറത്തുനിന്ന് കാണുന്നവർക്ക് നല്ല രസമുണ്ടാവും. പക്ഷെ വണ്ടി ഓടിക്കുന്നവന് മാത്രമേ ആ വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ടും പ്രയാസവും അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവുള്ളൂ. ഒരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ മുന്നിൽ നന്നായി ശ്രദ്ധിക്കണം. ഏതെങ്കിലും സൈഡിലൂടെ ഏതെങ്കിലും വണ്ടിക്കാരൻ റോങ്ങിൽ കയറുന്നത് നോക്കണം. അങ്ങനെ ഇങ്ങോട്ട് ഒരാൾ റോങ്ങിൽ വന്ന് ഇടിക്കുന്നത് നോക്കണം. അതിലിടക്കൊരാള് അനധികൃതമായി മുറിച്ചു കിടക്കുന്നത് നോക്കണം. ബേക്കിൽ നിന്ന് വരുന്നതിനെ ശ്രദ്ധിക്കണം, മുന്നിൽ നിന്ന് വരുന്നതിനെ ശ്രദ്ധിക്കണം. എത്രയേ ശ്രദ്ധ വേണം ഒരു വണ്ടി ഓടിക്കുന്നവന്. അതിനേക്കാളെല്ലാം ശ്രദ്ധ വേണം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന ആൾക്ക്. കാരണം ഇതൊരു വണ്ടിയല്ല, കുറേ ആയിരങ്ങൾ കയറിപ്പോകുന്നൊരു വണ്ടി. ഒരുപാട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ബന്ധപ്പെടുന്നതാണ്. സമൂഹം മൊത്തത്തിൽ കണ്ണു തുറിച്ച് നോക്കുന്നതാണ്. എവിടെ ഉണ്ടൊരു ചെറിയ ന്യൂനത ഇല്ലെങ്കിൽ പോലും ഉണ്ടാക്കി പറയാൻ എന്തുണ്ട് എന്ന് ചിന്തിക്കുന്ന കാലമാണ്. ഇന്നലെ ഞാൻ ദുബായിലുള്ളപ്പോ ഒരു വാട്സപ്പിൽ ഒരാൾ എഴുതിയത് കണ്ടു. അതിൽ പറയുന്നത് എന്താണ്, സിറാജുൽ ഹുദയുടെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ കേട്ടാ സിറാജുൽ ഹുദയാന്ന് മനസ്സിലാവും. ആ രൂപത്തിൽ എഴുതി കൊണ്ടുവന്നത് എന്താണ്, അതിൽ പറയുന്നത് സിറാജുൽ ഹുദയിൽ താടി വെക്കാൻ സമ്മതിക്കൂല, താടി പഠിക്കണമെന്ന് പറയുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു കാര്യം പറയുമ്പോൾ കുറച്ചെങ്കിലും ആളുകൾ വിശ്വസിക്കാൻ പറ്റുന്നത് പറയണ്ടേ. ഒരു നിലക്കും ആളുകൾ വിശ്വസിക്കാത്തത് പറയാൻ പാടില്ല. കളവ് പറയുന്നവരും ദുഷ്പ്രചരണം നടത്തുന്നവരും കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞ ആളുകൾ വിശ്വസിക്കുന്ന ആദ്യം പറയണ്ടേ, ഇങ്ങനത്തെ പറയാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോ ഒരു ക്ലിപ്പ് കേട്ടോണ്ടിരിക്കുകയാണ്, അത് കേട്ടിട്ടാ ഞാൻ പറയുന്നത്. എന്ത് ക്ലിപ്പ്, ആരെ ക്ലിപ്പ്? എന്തോന്ന് കേൾക്കുമ്പോഴേക്ക് ഏത് സ്ഥാപനങ്ങളെയും ഇടിച്ചു താഴ്ത്തി അതിൻ്റെ സംബന്ധിച്ച് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുടെ മനസ്സിൽ നിന്ന് അതിനെ നിർമാർജനം ചെയ്ത് അതിനെ നീക്കി ആ സ്ഥാപനത്തെ തകർക്കണം എന്നല്ലല്ലോ ചിന്തിക്കേണ്ടത്. മറിച്ച് അഥവാ ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ ന്യൂനത പരിഹരിക്കാൻ ആവശ്യമായ ആളുകളെ സ്വകാര്യം കണ്ട് പറഞ്ഞ് പരിഹരിക്കുക എന്നതിനപ്പുറം സ്ഥാപനങ്ങളെ ഇടിച്ചു താഴ്ത്തുന്ന വിധത്തിലുള്ള സംസാരങ്ങളും എഴുത്തുകളും ഒന്നും പാടില്ലല്ലോ. പടച്ചവൻ ഇതെല്ലാം കാണുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ദീനീ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ വലിയ പ്രയാസമുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും അതിൽ പരമാവധി ശക്തി പകരുകയും പരമാവധി സഹായിച്ചു കൊടുക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫയായ അബുൽ അബ്ബാസ് മർസി റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ സാലിഹീങ്ങളിൽ വലിയ പ്രമുഖനാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഹാഫിദ് അദ്ദഹബിയെ പോലെയുള്ള വലിയ ചരിത്ര രംഗത്തും ഹദീസ് രംഗത്തുമൊക്കെ ഉന്നത സ്ഥാനത്തുള്ള പണ്ഡിതന്മാർ വളരെയേറെ പുകഴ്ത്തിപ്പറഞ്ഞ വലിയ മഹാനാണ്. ഹിക്കമിന്റെ മുസന്നിഫ് കൂടിയായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് താജുൽ അറൂസ് അൽ ഹാവി ലി തഹ്ദീബിൻ നുഫൂസ് എന്ന് പറയുന്ന ആത്മീയ രംഗത്ത് ഉപദേശം നൽകുന്ന ഒരു ചെറുഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം കാഴ്ചയിൽ ചെറുതാണെങ്കിലും വളരെ
പവിത്രമായ ഒരു ഗ്രന്ഥമാണ്. അതിന്റെ തുടക്കത്തിൽ തന്നെ മഹാനവറുകൾ പറയുന്നത് എന്താണ്? നമ്മളെപ്പോഴും അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ചവരായിരിക്കും. വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയിക്കുന്നവരാകും. ആ വിജയം കൈവരിക്കാൻ ആവശ്യം എന്താണ്? വതൂബൂ ഇലല്ലാഹി ജമീഅ. നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങണം, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. എന്റെ ഇന്നേ വരെയുള്ള ജീവിതത്തിൽ എനിക്ക് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലല്ലോ, എന്റെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ അള്ളാഹു പൊരുത്തപ്പെടാത്തത് പലതും സംഭവിച്ചു പോയല്ലോ എന്നുള്ള ഖേദത്താൽ അള്ളാഹുവിലേക്ക് മടങ്ങണം. അയ്യുഹൽ അബ്ദ്, ഓ അള്ളാഹുവിന്റെ അടിമയായ മനുഷ്യ, ഞാനും നിങ്ങളും എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്, ഉടമകളല്ല. നമുക്ക് ഒന്നിനും ഉടമസ്ഥാവകാശമില്ല. എന്റെ താടിയിലെ രോമങ്ങൾ ഞാൻ ആദ്യകാലത്ത് ഇവിടെ വരുമ്പോൾ ഉള്ളതുപോലെയല്ല. ഇപ്പോൾ രോമങ്ങളെല്ലാം വെളുത്തുപോയി. കാരണം ഞാൻ അടിമയാണ്, ഉടമസ്ഥനല്ല. ഉടമസ്ഥനായിരുന്നുവെങ്കിൽ എന്റെ താടിയിലെ രോമങ്ങൾ എന്റെ ഉടമസ്ഥതയിലായിരുന്നുവെങ്കിൽ ഞാൻ അറിയാതെ അതിന്റെ കളർ മാറില്ലായിരുന്നു, ഞാൻ അതിന് സമ്മതിക്കില്ലായിരുന്നു. അത് കറുത്ത നിലക്ക് തന്നെ നിൽക്കലാണ് എന്റെ താല്പര്യം. പക്ഷേ എന്റെ താടിരോമത്തിൽ എനിക്ക് അധികാരമില്ല, ഉടമസ്ഥതയില്ല. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. എന്റെ രോമങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ അടിമത്വത്തിന് കീഴിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതല്ലാതെ എന്റെ ശരീരത്തിലോ എന്റെ മനസ്സിലോ എന്റെ ഒരു കാര്യത്തിലും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെ രഹസ്യവും പരസ്യവും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അല്ലാഹു നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിൽ അവന്റെ സൂര്യന്റെ വെളിച്ചം അനുഭവിച്ച് അവൻ തന്ന നിഅ്മത്തുകൾ അനുഭവിച്ചു. ആ റബ്ബ് 24 മണിക്കൂർ എന്റെ മുമ്പിൽ സൂര്യനെ ഉദിപ്പിച്ചിട്ടില്ല, സൂര്യനെ നിലനിർത്തിയിട്ടില്ല. എനിക്ക് വിശ്രമിക്കാൻ, എനിക്ക് കിടന്നുറങ്ങാൻ, എനിക്ക് എന്റെ ക്ഷീണം തീർക്കാൻ എന്റെ റബ്ബ് സൂര്യന്റെ വെളിച്ചമില്ലാത്ത സമയം എനിക്ക് തന്നിട്ടുണ്ട്. അതാണല്ലോ എന്റെ രാത്രി. അതേസമയം എല്ലാ സമയവും ഇരുട്ടിലാക്കി എന്റെ ജീവിതത്തിന്റെ കർമ്മങ്ങൾ, എന്റെ ജീവിതത്തിന്റെ പദ്ധതികൾ, എന്റെ തൊഴിലുകൾ, എന്റെ ബിസിനസ്സുകൾ, എന്റെ അധ്യാപനങ്ങൾ, എന്റെ മറ്റു പ്രവൃത്തികൾക്ക് വെളിച്ചം കിട്ടാതെ ഞാൻ ഇരുട്ടിലായി പോയിട്ടില്ല. എനിക്ക് വെളിച്ചമുള്ള സമയം വേറെ അള്ളാഹു സംവിധാനിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ രാത്രിയും പകലും എനിക്ക് അള്ളാഹു സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് വെള്ളവും ഭക്ഷണവും എന്റെ റബ്ബ് സംവിധാനിച്ചു തന്നിട്ടുണ്ട്. അത് ഏതെല്ലാം രുചിയുള്ള ഭക്ഷണങ്ങൾ, ഏതെല്ലാം രുചിയുള്ള പാനീയങ്ങൾ. സുബ്ഹാനല്ലാഹ്, അതിൽ മരങ്ങളിൽ നിന്ന് ലഭിക്കുന്നതുണ്ട്. നമ്മൾ പല സ്ഥലത്തും കയറി ചെല്ലുമ്പോൾ പൊണ്ടം ഇളനീര് തരും, അത് തെങ്ങിൽ നിന്ന് ലഭിക്കുന്നതാണ്. വേറൊരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ മാംഗോ ജ്യൂസ് തരും, അത് വേറെ ഒരു മരത്തിൽ നിന്നാണ്. മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കരിമ്പ് ജ്യൂസ് തരും, അത് വേറെ ഒരു സസ്യത്തിൽ നിന്നാണ്. മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ മുന്തിരിങ്ങ ജ്യൂസ് തരും, അത് മറ്റൊരു സസ്യത്തിൽ നിന്നാണ്. അതിന്റെ അപ്പുറത്ത് ചെല്ലുമ്പോൾ പൈനാപ്പിൾ ജ്യൂസ് തരും. അങ്ങനെ ഓരോന്നും എത്ര പാനീയങ്ങളാണ് എന്റെ റബ്ബ് എനിക്ക് സംവിധാനിച്ചു തന്നിട്ടുള്ളത്. ഭക്ഷണത്തിലിരിക്കുമ്പോൾ
ഇന്ന് നാസ്ത കഴിക്കാനിരുന്നപ്പോ 3 തരം വസ്തുക്കൾ, അരി തന്നെ, പക്ഷേ 3 തരം, അല്ലെങ്കിൽ 2 തരം, അല്ലെങ്കിൽ 4 തരം. എന്തെല്ലാം അരികളാണ്! അരിയുടെ അപ്പുറത്ത് ഗോതമ്പും പയറും അങ്ങനെ ഒരുപാട് ധാന്യങ്ങൾ വേറെ. മറ്റൊരു ഭാഗത്ത് സുബ്ഹാനല്ലാഹ് മത്സ്യങ്ങൾ. എല്ലാ മത്സ്യവും ഒരേ രുചിയല്ല, വിവിധങ്ങളായ രുചിയുള്ള ചെറുതും വലുതുമായ ഒരുപാട് മത്സ്യങ്ങൾ. മാംസത്തിലേക്ക് കടക്കുമ്പോ കോഴിയുടെ രുചി ഒന്ന് വേറെ, ആടിൻ്റേത് വേറെ, അതേ സമയത്ത് ബീഫൊന്ന് വേറെ. അതുപോലെ മറ്റ് സാധനങ്ങൾ, മാന്, അതുപോലെയുള്ള മറ്റു വസ്തുക്കൾ, ഓരോന്നിന്റെയും രുചി വേറെ. എത്രയെത്ര മാംസമാണ്, എത്രയെത്ര ധാന്യങ്ങളാണ്, എത്രയെത്ര ഫ്രൂട്ട്സുകളാണ്, അതിൽ തന്നെ ഏതെല്ലാം വിധത്തിലുള്ളതാണ്. സുഹൃത്തുക്കളെ, എന്തെല്ലാം എന്തെല്ലാം തന്നവനാണ് എൻ്റെ റബ്ബ്. എനിക്ക് ഓരോ സെക്കൻഡിലും ഓക്സിജൻ തരുന്ന റബ്ബ്, എനിക്ക് വെള്ളവും ഭക്ഷണവും തരുന്ന റബ്ബ്, എനിക്ക് ഹാർട്ടും കിഡ്നിയും തരുന്ന റബ്ബ്, തന്നിട്ടുള്ള റബ്ബ്, എനിക്ക് കരളും ബ്രെയിനും തന്ന റബ്ബ്, എനിക്ക് ശ്വാസകോശവും അന്നനാളവും അതേ ചെറുകുടലും വൻകുടലും ഒക്കെ തന്ന റബ്ബ്, കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ ആവശ്യമായ സംവിധാനം തന്ന റബ്ബ്, ദഹിച്ചു കഴിഞ്ഞാൽ മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളാനുള്ള സംവിധാനം തന്ന റബ്ബ്, അത് തന്നെ അതിന് പറ്റിയ സ്ഥലം എത്തുന്നത് വരെ കാത്തു സൂക്ഷിക്കാനുള്ള ടാങ്കിയും കൂടി എന്റെ ശരീരത്തിൽ സൃഷ്ടിച്ചു തന്ന റബ്ബ്. അങ്ങനെ തുടങ്ങിയിട്ട് ആ റബ്ബിന്റെ നിഅമത്തുകൾ പറഞ്ഞാൽ തീരുമോ? ആർക്കെങ്കിലും പറഞ്ഞു തീർക്കാൻ കഴിയുമോ? അതെല്ലാം തന്ന റബ്ബിന്റെ ഭൂമിയിൽ അവൻ കാണുന്ന വിധത്തിൽ, അവന്റെ അധികാരത്തിന് കീഴിൽ അവൻ ഓരോ സെക്കൻഡിലും തരുന്ന അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞാൻ അവന്റെ കൽപ്പനകൾക്കെതിരായി ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ അത് വലിയ ധിക്കാരമല്ലയോ? അവൻ വിരോധിച്ചത് ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റല്ലയോ? അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ കടപ്പാട് എൻ്റെ റബ്ബിന്റെ കാരുണ്യം കൊണ്ട്, അവൻ വലിയ കാരുണ്യമുള്ള റബ്ബാണ്. എന്ത് തെറ്റ് ചെയ്തിട്ടും എന്നെ പെട്ടെന്ന് ശിക്ഷിച്ച് നടപടിയെടുക്കുന്നില്ല. വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ്. തെറ്റുകൾ ഞാൻ പലതും ചെയ്തിട്ടും എന്നെ ശിക്ഷിക്കുന്നില്ല, എന്നെ നശിപ്പിക്കുന്നില്ല. വീണ്ടും വീണ്ടും എനിക്ക് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങാൻ അവസരം നൽകുകയാണ്. അങ്ങനെ വല്ലാത്ത കാരുണ്യമുള്ള റബ്ബ്, ആ റബ്ബ് എന്നെയും നിങ്ങളെയും വിളിച്ച് ഉപദേശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. ഓ വിശ്വസിച്ച ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചവരല്ലേ? അവന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചവരല്ലേ? അല്ലാഹുവും റസൂലും വാഗ്ദത്തം ചെയ്തത് ലഭിക്കുമെന്നും അല്ലാഹുവും റസൂലും താക്കീത് ചെയ്തത് സംഭവിക്കുമെന്നും ഉറപ്പിച്ചവരല്ലേ? ഈ ഭൗതിക ലോകത്തിനപ്പുറം ഒരു പാരത്രിക ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ? എങ്കിൽ അയ്യുഹൽ മുഅ്മിനൂൻ, ഈമാനുള്ളവരെ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുവീൻ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയികളാകാം, നിങ്ങൾക്ക് യഥാർത്ഥ വിജയം കൈവരിക്കാം. ഇവിടെയുള്ള വിജയങ്ങളോ, ഇവിടെയുള്ള പണമോ, ഇവിടെയുള്ള ആദരവോ, ഇവിടെയുള്ള സ്ഥാനമോ അതിനൊന്നും നിലനിൽപ്പില്ല. അതെല്ലാം തീർന്നു പോകുന്നതാണ്. അല്ലാഹുവിന്റെ അടുക്കലുള്ളത് നിലനിൽക്കും, നിങ്ങളടുക്കലുള്ളതൊന്നും തന്നെ ഇവിടെ നിലനിൽക്കുന്നതല്ല. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുകയാണ്, ഇമാം ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു
അവിടുന്ന് ആത്മീയ സംസ്കരണത്തിന് വേണ്ടി രചിച്ച താജുൽ നറൂസ് എന്ന ഗ്രന്ഥത്തിൽ ആദ്യമായി തന്നെ കൊടുക്കുന്ന 2 ആയത്തുകളിൽ ഒന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. രണ്ടാമത് മഹാനവർ ഉദ്ധരിക്കുകയാണ്, വഖാല തആല ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. അല്ലാഹു പ്രിയം വെക്കുന്നവരുണ്ട്. ലോകത്തിന്റെ മുഴുവനും നാഥനായ, ഉടമസ്ഥനായ, അധിപനായ, ഖാലിഖായ, മാലിക്കായ റബ്ബ്. ആ റബ്ബ് സ്നേഹിക്കുന്നത് ആരെയാണ്? ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. ധാരാളമായി പടച്ചവനിലേക്ക് മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങുന്ന ആളുകൾ, അവരോട് റബ്ബിന് വലിയ തൃപ്തിയാണ്. വയുഹിബ്ബുൽ മുതത്വഹിരീൻ. ശുദ്ധിയുള്ളവർ, അഥവാ മനസ്സിൽ അഹങ്കാരമില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല. അതിന്റെ പുറമെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്നവർ. ഏറ്റവും വലിയ ശുദ്ധീകരണമാണ് അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുക എന്നത്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ശേഷം മഹാനവറുകൾ ഉദ്ധരിക്കുകയാണ്, വഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 70 മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്ത ആളാണല്ലോ, ഒരു തെറ്റും തന്നെ ചിന്തിക്കാത്ത വ്യക്തിയാണല്ലോ. കുട്ടിക്കാലത്താണെങ്കിലും ശരി, വലുതായതിനു ശേഷമാണെങ്കിലും ശരി, ചെറുതോ വലുതോ ആയ ഒരു തെറ്റും ഒരിക്കലും സംഭവിക്കാത്ത അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ്, നിശ്ചയമായും ഞാൻ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. ഫിൽ യൗമി 70 മറ, ഒരൊറ്റ ദിവസം 70 തവണ. അതേപോലെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ 100 തവണ എന്നുണ്ട്. ഏതായിരുന്നാലും എത്രയോ തവണ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു, തെറ്റൊന്നും ചെയ്യാതെ തന്നെ. എങ്കിൽ ഈ പാവപ്പെട്ട ഞാൻ എത്രേ റബ്ബിനോട് മാപ്പ് പറയണം, എത്രേ ഞാൻ എന്റെ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങണം, ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ എത്ര താഴ്മയോടെ മാപ്പ് ചോദിക്കണം. ഈ ഒരു ചിന്ത നമ്മുടെ ഖൽബിൽ വേണം. രണ്ടാമതായി മഹാനവറുകൾ പറഞ്ഞു, ഫൈൻ അറത്ത തൗബത, നീ തൗബ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫയംബഗീ ലക, നിനക്ക് അത്യാവശ്യമാണ്, അല്ലാ തഖ്ലുവ മിന തഫക്കുരി തൂല ഉംരിക, നിന്റെ ആയുസ് കാലം മുഴുവനും നീ ചിന്തയിൽ ഉണ്ടായിരിക്കണം, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഫതഫക്കർ ഫീമാ സനഅത ഫീ നഹാരിക, നിന്റെ പകലുകളിൽ നീ എന്താണ് പ്രവർത്തിച്ചതെന്ന് നീ ചിന്തിക്കണം. നിന്റെ പകലുകളിൽ നീ പടച്ച റബ്ബിന് പുണ്യകർമ്മം ചെയ്തതായി നീ ചിന്തിക്കുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഞാൻ വലിയ ഇബാദത്തുകാരനാണെന്നോ, ഞാൻ ഒരുപാട് പുണ്യം ചെയ്തെന്നോ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഫസ്കുരില്ലാഹ തആല അലൈഹാ, ആ പുണ്യം ചെയ്യാൻ നിനക്ക് കഴിവ് തന്നതാരാണോ, ആ പുണ്യം ചെയ്യാൻ നിന്റെ ഖൽബിൽ തോന്നിപ്പിച്ചതാരാണ്, അത് ചെയ്യാനുള്ള ശാരീരിക ശേഷി തന്നതാരാണ്, അത് ചെയ്യാനുള്ള അവസ്ഥകളും അവസരങ്ങളും തന്നതാരാണ്, അതിനുള്ള ആരോഗ്യം തന്നതാരാണ്, അതിന് ആയുസ് തന്നതാരാണ്, അതിനുവേണ്ടി നിനക്ക് ഊർജം നൽകാൻ ഭക്ഷണവും വെള്ളവും തന്നതാരാണ്. എല്ലാം യജമാനനായ റബ്ബ് തന്നതല്ലയോ. അതിനാൽ ഫസ്കുരില്ലാഹ തആല അലൈഹാ, പുണ്യകർമ്മം ചെയ്യാൻ അവസരം കിട്ടിയതിൽ നീ റബ്ബിന് നന്ദി ചെയ്യണം. വൈം വജത്ത മഅസിയതൻ, ഞാൻ എന്തൊക്കെയാണ് ഇന്ന് ചെയ്തു കൂട്ടിയതെന്ന് നീ ചിന്തിക്കുമ്പോൾ നീ കളവ് പറഞ്ഞു പോയത് നിന്റെ മനസ്സിൽ ഓർമ്മയാവുകയാണ്, നീ മറ്റൊരാളെ കുറ്റം പറഞ്ഞു പോയത് മനസ്സിൽ ഓർമ്മ വരികയാണ്,
നീ ചീത്ത വിളിച്ചു പോയത് മനസ്സിൽ ഓർമ്മ വരികയാണ്. അതുപോലെ പലതും തെറ്റായത് ചെയ്തത് ഓർമ്മ വരികയാണ്. കൽപ്പിക്കപ്പെട്ട പലതും ഒഴിഞ്ഞു പോയത് ഓർമ്മ വരികയാണ്. അങ്ങനെ വരുമ്പോൾ നിന്റെ ശരീരത്തെ നീ ആക്ഷേപിക്കണം, നിന്റെ ശരീരത്തെ നീ കുറ്റപ്പെടുത്തണം. അലാദാലിക, അങ്ങനെ സംഭവിച്ചു പോയതിന്റെ പേരിൽ എന്തിന് നീ അത് ചെയ്തു എന്ന് ശരീരത്തെ നീ ചോദ്യം ചെയ്യണം. വസ്തഗ്ഫിരില്ലാഹ വതുബ് ഇലൈഹി, എന്നിട്ട് യജമാനനായ റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് നീ തൗബ ചെയ്യണം, റബ്ബിനോട് മാപ്പ് പറയണം. ഫഇന്നഹു ലാ മജ്ലിസ മഅല്ലാഹി അൻഫഉ ലക മിൻ മജ്ലിസിൻ തുവബ്ബിഖു ഫീ നഫ്സക, നിന്റെ ശരീരത്തെ നീ ആക്ഷേപിക്കുന്ന ഒരു സദസ്സ് അതിനേക്കാൾ പടച്ച റബ്ബിന്റെ അടുക്കൽ നിനക്ക് ഉപകരിക്കുന്ന വേറെ ഒരു മജ്ലിസ് ഇല്ലേ ഇല്ല. സ്വന്തം ശരീരത്തെ കുറ്റപ്പെടുത്തണം. എന്തിന് നീ അത് ചെയ്തു, എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല, അങ്ങനെ സ്വന്തം ശരീരത്തെ കുറ്റപ്പെടുത്തണം. എന്നാൽ ശരീരത്തെ നീ ആക്ഷേപിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടോ സന്തോഷിച്ചുകൊണ്ടോ അല്ലല്ലോ ശരീരത്തെ നീ ആക്ഷേപിക്കേണ്ടത്. നിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് അത് വന്നു പോയല്ലോ, ചെയ്തു പോയല്ലോ, അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നിങ്ങനെ അള്ളാഹു വിരോധിച്ചത് ചെയ്തു പോയതിലും അള്ളാഹു കൽപ്പിച്ചത് ഒഴിഞ്ഞു പോയതിലും മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് സത്യസന്ധമായി നീ ശരീരത്തെ ആക്ഷേപിക്കണം. ശരീരത്തോട് നീ മുഖം ചുളിക്കണം. ഹസീനുൽ ഖൽബ്, ഹൃദയത്തിൽ വല്ലാത്ത ദുഃഖമുണ്ടാകണം. മുൻകസിറുൻ ദലീൽ, മനസ്സ് പൊട്ടിയായിരിക്കണം. നീ വളരെ നിന്യനായിക്കൊണ്ടായിരിക്കണം. കാരണം യജമാനനായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ വഷളായല്ലോ, ഞാൻ കടപ്പാട് വീട്ടാത്തവനായല്ലോ, ഞാൻ കുറ്റവാളിയായല്ലോ. ഈ ചിന്തയിലാകണം നീ നിന്റെ ശരീരത്തെ ആക്ഷേപിക്കുന്നത്. അങ്ങനെ തെറ്റ് വന്നു പോയതിൽ മനസ്സിൽ ഖേദിച്ച് ദുഃഖിക്കുമ്പോൾ നിനക്ക് അള്ളാഹു സന്തോഷം പകരം തരും. നിന്യതക്ക് പകരം അള്ളാഹു ഇസ്സത്ത് തരും. ഇരുട്ടിന് പകരം പ്രകാശം തരും. അള്ളാഹുവും അള്ളാഹുവിന്റെ റഹ്മത്തും തമ്മിലുള്ള മറ, ആ മറ നീങ്ങി നിനക്ക് അള്ളാഹുവിലേക്ക് ആത്മീയമായി ലയിക്കാനുള്ള തുറക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. അപ്പൊ നമ്മൾ എപ്പോഴും താഴ്മയോടുകൂടി അള്ളാഹുവിന്റെ നിഅമത്തുകൾ ഓർമ്മിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരാകണം. അതാണ് നമ്മുടെ പാരത്രിക വിജയത്തിന് ഏറ്റവും ആവശ്യമായ വിഷയം. വീണ്ടും മഹാനവറുകൾ പറയാണ്, വഅലം, നീ മനസ്സിലാക്കണം, അന്നഹു ഇദാ കാന ലക വകീലുൻ യുഹാസിബു നഫ്സഹു വയുഹഖിഖുഹാ, നീ ഒരു വിഷയത്തിൽ ഒരാളെ ഏൽപ്പിച്ചു, അങ്ങനെ നിന്റെ വക്കീലായി, നീ ഏൽപ്പിച്ച വ്യക്തിയായി, നിന്റെ ഡയറക്ടറായി, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ നീ ഏൽപ്പിച്ചു കൊടുത്തതനുസരിച്ച് ഒരു കൈകാര്യം ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ കൈകാര്യത്തിൽ അദ്ദേഹം സ്വന്തത്തിൽ തന്നെ അദ്ദേഹത്തെ ശരീരത്തെ ശരിക്ക് കണക്ക് കൊടുക്കും. ഞാൻ ശരിക്ക് ഡ്യൂട്ടി എടുത്തിട്ടുണ്ടോ, അതേപോലെ തന്നെ ഞാൻ അതിന്റെ കണക്കുകൾ പരിശോധിച്ചിട്ടുണ്ടോ, ഞാനത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ, എന്റെ അടുക്കൽ അതൊക്കെ കൃത്യമാണോ, അതിന്റെ എല്ലാ വരവും ചെലവും സംഭവങ്ങളൊക്കെ ഞാൻ കൃത്യമായി തന്നെ നടത്തിക്കൊണ്ടുപോകുന്നുണ്ടോ എന്ന് സ്വന്തത്തിൽ കണക്ക് നോക്കുന്ന ഒരു വ്യക്തിയെ നീ വക്കീലാക്കിയാൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം സ്വന്തം തന്നെ അദ്ദേഹത്തെ കണക്ക് നോക്കുകയും ആത്മവിമർശനം നടത്തുകയും ചെയ്യുന്ന വ്യക്തിയാകുമ്പോൾ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത വിഷയത്തിൽ നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ അദ്ദേഹത്തെ കണക്ക് നോക്കൂല. കാരണം അയാൾ സ്വന്തം തന്നെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നുണ്ട്. അവൻ സ്വന്തം തന്നെ അവന്റെ ശരീരത്തെ ശരിക്കും കണക്ക് നോക്കി അത് ക്ലിയർ ആക്കി കൊണ്ടുപോകുന്നുണ്ടെന്ന് കണ്ടാൽ പിന്നെ നീ അധികം കണക്ക് നോക്കൂലല്ലോ. എന്നാൽ സ്വന്തം ശരീരത്തോട് വേണ്ടതുപോലെ കണക്ക് ചോദിക്കാതെ പോകുന്ന ഒരു വ്യക്തിയാണ് നീ കാര്യം ഏൽപ്പിച്ചു കൊടുത്തതെങ്കിൽ നീ നന്നായി അദ്ദേഹത്തെ കണക്ക് നോക്കുകയും ഓരോന്നും ചോദ്യം ചെയ്യുകയും ചെയ്യൂലേ. അദ്ദേഹത്തെ കണക്ക് നോക്കുന്നതിൽ നിങ്ങൾ വളരെ കൂടുതലായി ശ്രദ്ധിക്കൂലേ. ഇതനുസരിച്ച് എല്ലാ പ്രവൃത്തിയും അല്ലാഹുവിന് വേണ്ടിയാകണം. ഒരിക്കലും നീ വിചാരിച്ചു പോകരുത് നീ ഒരു കാര്യം ചെയ്തിട്ട് അല്ലാഹു കണക്ക് ചോദിക്കൂല എന്ന് വിചാരിക്കരുത്. ഒരു മനുഷ്യനിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ അവന് അതോടുകൂടെ ഒരു ഇരുട്ട് സംഭവിക്കും.
ഫമിസാലുൽ മഅസിയതി കന്നാരി, തെറ്റിന്റെ ഉദാഹരണം തീ പോലെയാണ്. വളുൽമത്തു ദുഖാനുഹാ, അതിനാൽ സംഭവിക്കുന്ന ഇരുട്ട് അതിന്റെ പുകയാണ്. കമൻ ഔഖദ ഫീ ബൈത്തിൻ 70 സന, ഒരാൾ ഒരു റൂമിൽ 70 കൊല്ലം തീ കത്തിച്ചാൽ അലാ തറാഹു യസ്വദു, ആ അടുക്കള മുഴുവനും കറുത്തു പോകുന്നത് നീ കാണുന്നില്ലേ? ഇതുപോലെ നിന്റെ ശരീരം കൊണ്ട് നീ തെറ്റ് ചെയ്യുമ്പോൾ നിന്റെ മനസ്സ് കറുത്തു പോകുന്നു, മനസ്സിന്റെ പ്രകാശം നഷ്ടപ്പെടുന്നു. കദാലികൽ ഖൽബു യസ്വദു ബിൽ മഅസിയ, ഇതുപോലെ തെറ്റ് ചെയ്യുമ്പോൾ ഹൃദയം കറുത്തു പോകുന്നു. അത് ശുദ്ധീകരിക്കാൻ, ആ പുക നീക്കാനുള്ള വഴി എന്താണ്? ഫലാ യത്ഹുറു ഇല്ലാ ബിത്തൗബത്തി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ആ തൗബ കൊണ്ടല്ലാതെ മനസ്സ് ശുദ്ധീകരിക്കാൻ കഴിയില്ല, മനസ്സിന്റെ ഇരുട്ട് നീക്കാൻ കഴിയില്ല. ആകയാൽ എല്ലാ നിന്യതയും എല്ലാ ഇരുട്ടും എല്ലാ മറയും സംഭവിക്കുന്നത് തെറ്റുകളുമായി ബന്ധപ്പെടുമ്പോഴാണ്. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ തെറ്റിന്റെ പാടുകൾ നീങ്ങിപ്പോകുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴും അല്ലാഹു നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടുകൂടി, അല്ലാഹുവിന്റെ പൂർണ്ണമായ അടിമയാണ് ഞാനെന്നും ഉടമസ്ഥനല്ല ഞാനെന്നും ആ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കൽ എന്റെ കടപ്പാടാണെന്നുമുള്ള ബോധത്തോടുകൂടെ നമ്മൾ ജീവിക്കണം. നമ്മൾ നല്ല വെള്ള ഡ്രസ് ഇട്ടത് കൊണ്ട് രക്ഷപ്പെടൂല, നമ്മൾ നല്ല വെള്ള തലക്കെട്ട് കെട്ടിക്കൊണ്ട് രക്ഷപ്പെടൂല, നമ്മൾ നല്ല താടി വെച്ചത് കൊണ്ട് രക്ഷപ്പെടൂല. നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ഖൽബ് ശുദ്ധിയാകണം, നമ്മുടെ പ്രവർത്തനങ്ങൾ സംശുദ്ധമായിരിക്കണം, നമ്മുടെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയണം. രക്ഷപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. മഹാനവർകൾ ശേഷം പറയാണ്, ولا يدخل عليك الإهمال إلا بإهمالك عن متابعة النبي صلى الله عليه وسلم ولا تحصل لك الرفعة عند الله إلا بمتابعة النبي صلى الله عليه وسلم. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ പറഞ്ഞതുപോലെ മോശമായി നീങ്ങിപ്പോകാതെ നിനക്ക് നന്നായി വരണമെങ്കിൽ അതിനെല്ലാം ആവശ്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് ജീവിക്കലാണ്. വൽ മുതാബഅത്തു ലഹു അലൈഹി സ്വലാത്തു വസ്സലാം അലാ ഖിസ്മൈനി, നബി തങ്ങളോടുള്ള പിന്തുടർച്ച രണ്ട് വിധമാണ്. ജലിയത്തുൻ വ ഖഫിയത്തുൻ, ഒന്ന് വളരെ വ്യക്തമാണ്, ഒന്ന് ഗോപ്യമാണ്. വൽ ജലിയത്തു, ഏതാണ് വ്യക്തമായി ബാഹ്യമായി കാണുന്നത്? കസ്സലാ, കൃത്യമായി നിസ്കരിക്കണം, വസിയാം, നോമ്പെടുക്കണം, വസക്കാ, സകാത്ത് കൊടുക്കണം, വൽ ഹജ്ജ്, ഹജ്ജ് ചെയ്യണം, അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് കഴിവനുസരിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്യണം, വൽ ജിഹാദി വഗൈരി ദാലിക, പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി അധ്വാനിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാഹ്യമായ നിലക്കുള്ള പ്രവർത്തനങ്ങളാണ്. എന്നാൽ വൽ ഖഫിയത്തു, ഗോപ്യമായത് എന്താണ്? أن تعتقد الجمع في صلاتك والتدبر في قراءتك, നിസ്കരിക്കുമ്പോൾ ഓതുന്നതും ചൊല്ലുന്നതുമൊക്കെ അതിന്റെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിന്റെ നിസ്കാരത്തിൽ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിഞ്ഞ് നിസ്കരിക്കണം. فإن فعلت الطاعة كالصلاة والقراءة ولم تجد فيها جمعا ولا تدبرا, നീ നിസ്കരിക്കുന്നുണ്ട്, നീ ഖുർആൻ ഓതുന്നുണ്ട്, അവിടെ ഒന്നും തന്നെ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിഞ്ഞു കിട്ടുന്നില്ലെങ്കിൽ ഫഅലം, നീ മനസ്സിലാക്കണം, അന്നബിക മർനൻ ബാത്തിനൻ, നിനക്കെന്തോ ഒരു ആന്തരികമായ രോഗമുണ്ട്. അതെന്തായിരിക്കും ആ രോഗം? മിൻ കിബിരിൻ, ഒന്നുകിൽ അത് അഹങ്കാരം, ഞാനൊരു വലിയവനാണെന്ന ചിന്ത, ഔജുബിൻ, അല്ലെങ്കിൽ അതാകെ പെരുമ, ഞാൻ നല്ലവൻ എന്ന ചിന്ത, ഞാൻ മറ്റുള്ളവരെക്കാൾ ജോറാണെന്ന ചിന്ത, ഔ ഗൈരി ദാലിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസൂയയോ വിദ്വേഷമോ വൈരാഗ്യമോ
ഇങ്ങനെ വല്ലതും ഉണ്ടാകും. അതല്ലേ റബ്ബ് പറഞ്ഞത്, ആർക്കും ഇവിടെ അഹങ്കരിക്കാൻ അവകാശമില്ല. ആരെങ്കിലും ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നമ്മളെ ആയത്തുകളെ തൊട്ട് അവനെ നമ്മൾ തിരിച്ചു കളയുമെന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ എപ്പോഴും ഖൽബ് റബ്ബിലേക്ക് തിരിച്ചുകൊണ്ടാകണം നീ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഫയകൂനു മിസാലുക, അപ്പ നിന്റെ ഉദാഹരണം കൽ മഹ്മൂമിൽ ലദീ യജിദു ഫീ ഫമിഹി സുക്കറ മുറാ, പനി പിടിച്ചവന്റെ തൊള്ളയിലേക്ക് നല്ല രുചിയുള്ള ഭക്ഷണം ഇട്ടുകൊടുത്താൽ അതിന് രുചി കിട്ടാത്തതുപോലെ നിസ്കരിക്കുന്ന സമയത്ത് രുചി കിട്ടുന്നില്ല, സൽക്കർമ്മം ചെയ്യുമ്പോൾ രുചി കിട്ടുന്നില്ല, സദഖ ചെയ്യുമ്പോൾ അതിന് രുചി കിട്ടുന്നില്ല. കാരണം നിനക്ക് ഉള്ളിൽ പനിയുള്ളതുപോലെ നിന്റെ ഖൽബിൽ മോശമായ വികാരങ്ങളുണ്ട്. അതിനാൽ എപ്പോഴും നിന്റെ ഖൽബ് ശുദ്ധീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തണം എന്ന് മഹാനവറുകൾ ഖുർആൻ ഓതി ഉപദേശിക്കുകയാണ്. അതിനാൽ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമ്മൾ എപ്പോഴും അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കണം, അല്ലാഹുവിനെ സ്നേഹിക്കണം, അല്ലാഹു കൽപ്പിച്ചതെടുക്കണം, അല്ലാഹു വിരോധിച്ചതൊഴിക്കണം, അയൽവാസികളോട് നല്ല പെരുമാറ്റമാകണം, അതേ കുടുംബത്തോട് എപ്പോഴും ബന്ധം പുലർത്തണം, സ്വന്തം ഭാര്യമാർക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാക്കി കൊടുക്കണം, നമ്മുടെ ഉമ്മബാപ്പമാരെ വല്ലാതെ പരിഗണിക്കണം, പ്രായമുള്ളവരെ നന്നായി ബഹുമാനിക്കണം, അതുപോലെ നമ്മുടെ ഗുരുനാഥന്മാരും ഉസ്താദന്മാരോട് വലിയ സ്നേഹ ബഹുമാനം ഉണ്ടാകണം, സയ്യിദന്മാരോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാകണം, ദീനിന്റെ പ്രവർത്തനങ്ങളോട് കൂറുണ്ടാകണം, ദീനിന്റെ സ്ഥാപനങ്ങളോട് കൂറുണ്ടാകണം, ദീനിന്റെ സംരംഭങ്ങളോടും സംഘടനകളോട് കൂറുണ്ടാകണം. നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അപ്പോഴേ റബ്ബ് നമ്മളെ ഖബൂൽ ചെയ്യുകയുള്ളൂ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ളവരിൽ മാത്രമേ അല്ലാഹു ഏതൊരു കാര്യവും സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തഖ്വയുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെയും നമ്മെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഇന്ത്യ രാജ്യത്ത് വലിയ ദീനി സേവനം ചെയ്തു. അവിടുത്തെ കറാമത്തുകൾ, എത്രയോ കറാമത്തുകൾ കണ്ട ജനങ്ങൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. എല്ലാ രാജാക്കന്മാരും മഹാനവറുകളെ ആദരിച്ചു. എന്തുകൊണ്ട്? മഹാനവറുകൾ അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച് സംശുദ്ധമായ മനസ്സോടുകൂടെ അള്ളാഹുവിന്റെ മുത്തഖീങ്ങളായ അടിമകളിൽ ഉന്നതമായ സ്ഥാനത്ത് വിരാജിച്ചു എന്നതാണ് അതിന്റെ കാരണം. നമുക്കും ഏറ്റവും ആവശ്യം തഖ്വയാണ്. ഞാൻ ഈ അടുത്ത് സുബ്ഹാനല്ലാഹ് കുറച്ച് ആളുകൾ നീളക്കുപ്പായോട്ട് തലയെ കെട്ടും കെട്ടിയിട്ട് പാട്ടുപാടുന്ന ഒരു ക്ലിപ്പ് കണ്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സാധാരണ നിലക്ക് ഒരു സാധാരണക്കാരായ ചെറുപ്പക്കാര് പോലും പാടാൻ മടിക്കുന്ന ഒരു മനുഷ്യന്മാരെ മുമ്പിൽ മനുഷ്യത്വമുള്ളവൻ പറയാൻ മടിക്കുന്ന വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കല്യാണപ്പാട്ട് അത് പാടുന്ന സമയത്ത്, എന്നാൽ പണ്ഡിതന്മാർക്ക് ഒരു മാനക്കേട് വരണ്ടെന്ന് മനസ്സിലാക്കി ആ തലേക്കെട്ട് ഊരി വെച്ചിട്ട് അതേപോലെ കുപ്പായം ഊരി വെച്ച് വേണമെങ്കിൽ ഒരു ടീഷർട്ടും ഇട്ട് ഒരു പാന്റും എടുത്തിട്ടാണെങ്കിൽ പണ്ഡിതന്മാർക്ക് മാനക്കേടുണ്ടാവുകയില്ലായിരുന്നു. അതുപോലെ കല്യാണം കഴിക്കുന്ന ആൾക്ക് ബിരുദമുണ്ടെങ്കിൽ ആ ബിരുദം പറയാതിരുന്നെങ്കിൽ ആ ബിരുദമെടുത്ത പണ്ഡിതന്മാർക്കും മാനക്കേടുണ്ടാവുകയില്ലായിരുന്നു. എന്തേ നമ്മുടെ ആളുകൾക്ക് തീരെ തഖ്വയില്ലാതെയായി പോയത്? എന്തേ ആളുകൾക്ക് യാതൊരു ചിന്തയും ഇല്ലാതെയായി പോയത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഏത് സന്തോഷത്തിലും ഏത് ദുഃഖത്തിലും അല്ലാഹുവിനെ ഓർക്കുന്നവരാകണം. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗമുണ്ട്, അതിലേക്ക് നിങ്ങൾ ഓടി വരണം. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് തയ്യാർ എന്നാണ് പറഞ്ഞത്.
ഇന്ന ബിരുദമെടുത്ത ആൾക്ക് എന്നല്ല, ഇന്ന സംഘടനയിലുള്ളവർക്ക് എന്നല്ല, ഇന്ന പേരുള്ളവർക്ക് എന്നല്ല. സ്വർഗം തയ്യാർ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സ്വർഗം തയ്യാർ. അവരുടെ സ്വഭാവം എന്താണ്? الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس. അവർ സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കും, ദുഃഖമുള്ള സമയത്തും ചെലവഴിക്കും. അതേപോലെ അവർ വെറുപ്പ് വന്നാൽ ആ വെറുപ്പ് പ്രകടിപ്പിക്കില്ല, അത് വിഴുങ്ങിക്കളയും. വൽആഫീന അനിൻ നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യും. വിശാലമായ മനസ്സുള്ളവർ, അങ്ങനെയുള്ളവർക്ക് സ്വർഗം തയ്യാർ എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തഖ്വയുള്ളവരാകണം നമ്മൾ. സുബ്ഹാനല്ലാഹ്, ബദർ യുദ്ധത്തിന്റെ അണികളിലേക്ക്, ആ ബദർ യുദ്ധത്തിന്റെ രംഗത്തേക്ക് സഹാബികളെല്ലാം വന്നു നിൽക്കുമ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ഈ ആയത്തിന്റെ ഭാഗം ഓതി. വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹു അസ്സമാവാതു വൽ അർദു ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ. മുത്തഖീകൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗം, അല്ലാഹുവിന്റെ മാപ്പ്, മഗ്ഫിറത്ത്, അതിലേക്ക് വേഗം വരൂ എന്നറിയിക്കുന്ന ഈ ആയത്തോതിയപ്പോൾ മഹാനായ ഉമൈർ ഇബ്നുൽ ഹുബാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അല്ലാഹു തരുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം ലഭിക്കും. ഉമൈർ ഇബ്നുൽ ഹുബാം റളിയല്ലാഹു അൻഹു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ബഖിൻ ബഖിൻ എന്ന് പറഞ്ഞു ഒന്നങ്ങ് ചാടിപ്പോയി, തുള്ളിപ്പോയി. നബി തങ്ങൾ ചോദിച്ചു, മാ ഹമലക അലാ ഹാദാ? ഉമൈറേ, നിങ്ങൾ ചാടിയതെന്തിനാണ്, തുള്ളിയതെന്തിനാണ്? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വലിയ അദബ് കാണിക്കേണ്ട സ്ഥലമല്ലേ, തുള്ളിയതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇല്ലാ റജാ അന്നകൂന മിൻ അഹ്ലിഹാ, ആ സ്വർഗാവകാശിയാകണം എന്ന ചിന്തയിലല്ലേ തങ്ങളെ കൂടെ നടക്കുന്നത്, സ്വർഗത്തിൽ കടക്കണം എന്ന ചിന്തയിലല്ലേ ഈ ഖിദ്മത്തുകൾക്കെല്ലാം വന്നിട്ടുള്ളത്. നബിയേ, ആ മഹത്തായ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിൽ പാവപ്പെട്ട എനിക്കും അതിൽ കയറാനും ഇരിക്കാനും എനിക്കതിൽ അവസരം ലഭിക്കുമെന്ന, അതിൻ്റെ അവകാശികളിൽ ഉൾപ്പെടുമെന്ന ചിന്ത കൽബിൽ നിറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ തുള്ളിപ്പോയി നബിയേ. അപ്പോഴല്ലേ അവിടുന്ന് പറഞ്ഞത്, അന്ത മിൻ അഹ്ലിഹാ, നീ ആ സ്വർഗാവകാശി തന്നെയാണ് ഉമൈറേ. നമുക്ക് ദീർഘമായ കാലം, അതേ അതൊരു 100 വർഷമല്ല, 100 കോടി വർഷമല്ല, 100,000 കോടി വർഷമല്ല, തീരാത്ത കാലം സ്വർഗത്തിൽ കഴിയാനുള്ളവരാണ് മുത്തഖീങ്ങൾ. റബ്ബേ, അതിനൊന്നും ഞങ്ങളെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല. മഹാനായ ഖാജാ മുഈനുദ്ദീനുൽ ജുസ്തിൽ അജ്മീരിയെ പോലെയുള്ള മഹാന്മാരെ പ്രിയം വെച്ചതിനാൽ ഞങ്ങൾക്കും അതിന് ഭാഗ്യം തരണമല്ലാഹ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞപ്പോ ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ഒരു ചെറിയ സഞ്ചി എടുക്കുന്നു. ആ സഞ്ചിയിൽ കുറച്ച് കാരക്കകളുണ്ട്. ഓരോ കാരക്ക വായിലേക്കിട്ട് തിന്നുകയാണ്. അതിനിടയിലെ കാരക്കയും സഞ്ചിയും അവിടെ വെക്കുകയാണ്. എന്നിട്ട് പറയാണ്, ലൈനഹീതു ഹത്താ അകുല തംറാതി ഹാദാ ഇന്നഹാ ലഹയാത്തുൻ ത്വീല. ഈ കാരക്ക മുഴുവനും തിന്നു തീരുന്നത് വരെ ജീവിച്ചാൽ അതൊരു നീണ്ട ജീവിതമാണല്ലോ. പടച്ചറബ് സ്വർഗത്തിലേക്ക് വേഗം ചെല്ലാനല്ലേ പറഞ്ഞത്. ആ കാരക്കയും വേഗം അവിടെ ഇട്ടുകൊണ്ട് മഹാനവറുകൾ പരിശുദ്ധ ദീനിനു വേണ്ടി അതാ ധർമ്മ സമരമായി അതേ ഈമാനുള്ള ജനങ്ങളെയും ഈമാനുള്ള ജനങ്ങൾ താമസിക്കുന്ന രാഷ്ട്രത്തെയും വെട്ടിപ്പിടിച്ച് നാശമുണ്ടാക്കാൻ വേണ്ടി വന്ന ശത്രുക്കളെ മുന്നിലേക്ക് ചാടി വീഴുന്നു.
സുബ്ഹാനല്ലാഹ് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിനിറങ്ങുന്നു. അവിടെ ഷഹീദായി മരിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞതുപോലെ ആ സ്വർഗാവകാശിയായി പ്രകടമാകുന്നു. സുഹൃത്തുക്കളെ, എപ്പോഴും ആ സ്വർഗം നമ്മുടെ മുന്നിൽ കാഴ്ചയിലുണ്ടാകണം. നേരെ പിന്നിലുള്ള നരകത്തെ കുറിച്ചും ബോധം വേണം. സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിലേക്ക് പോകുന്ന സ്വഭാവങ്ങളോ പ്രവൃത്തികളോ ചിന്തകളോ ഒന്നും നമുക്കൊരിക്കലും ഉണ്ടാകരുതെന്ന് ഈ പാവപ്പെട്ട എന്നോട് വസിയത്ത് ചെയ്യുന്നു, നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. തഖ്വയോടെ ജീവിച്ച് മരിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കാൻ ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ സ്ഥാപനവും സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളും നീ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വിജയിപ്പിച്ച് പുരോഗമിപ്പിച്ച് ഖിയാമത്ത് നാൾ വരെ നിന്റെ ദീനിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകരിക്കുന്നതായി ഉയർത്തി വളർത്തിത്തരണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച പണ്ഡിതന്മാർ, നേരത്തെ മരണപ്പെട്ടു പോയ പല പണ്ഡിതന്മാരെയും ഇവിടെ ഓർമ്മിപ്പിച്ചു. ആ പണ്ഡിതന്മാരെ കൂടെ നിന്നുകൊണ്ട് എല്ലാ സഹായവും ചെയ്ത ഒരുപാട് ഉമറാക്കൾ, ഇതിന്റെ പരിസരങ്ങളിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോയ ഉമറാക്കളുണ്ട്, അതുപോലെ ഉലമാക്കളുണ്ട്. ഞങ്ങളെ കൂടെ സഹായിച്ച പലരും മരിച്ചു പോയവരുണ്ട്. എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഏത് പ്രതിസന്ധികളുണ്ടോ, ഏത് പ്രയാസങ്ങളുണ്ടോ, ഏത് കള്ളക്കേസുകളുണ്ടോ, ഏത് കാര്യങ്ങൾ പടച്ച റബ്ബേ ഞങ്ങൾക്ക് ശരിയായി കിട്ടേണ്ടതുണ്ടോ, അതെല്ലാം നീ ഞങ്ങൾക്ക് ഖൈറായ വഴികൾ തുറന്നു തരണമല്ലാ. കടങ്ങൾ നീ ഏറ്റെടുത്ത് വീട്ടിത്തരണമല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമല്ലാ. ഞാനിവിടെ വന്നപ്പോഴും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞാൻ വരുന്ന വരവിൽ അസ്ഹാബുൽ ബദറിന്റെ പേരിലും ഹാജാ മുഈനുദ്ദീൻ അജ്മീരി തങ്ങളുടെ പേരിലും കാറിലിരുന്ന് യാസീനോദി ദുആ ചെയ്തു, നാരിയത്ത് സ്വലാത്തിൽ ദുആ ചെയ്തു. സിറാജുൽ ഹുദക്ക് ചില കാര്യങ്ങൾ ഇന്ന് ശരിയായി കിട്ടേണ്ടതുണ്ട്, അതുപോലെ ചില കാര്യങ്ങൾ ക്ലിയറായി കിട്ടേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുന്നു. വരുന്ന 20-ാം തീയതി 79 ഹാഫിളീങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി സിറാജുൽ ഹുദയിൽ ഉണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽമയുടെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ് അവറുകളും ജനറൽ സെക്രട്ടറിയും സിറാജുൽ ഹുദയുടെ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകളും, അതുപോലെ സയ്യിദ് അലി ബാഫക്കി തങ്ങളും ബദർ സാദാത്ത് തങ്ങളൊക്കെ പങ്കെടുക്കുന്ന വലിയ ഒരു പരിപാടിയാണ്. പക്ഷേ നമ്മുടെ വാർഷിക പരിപാടിയൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് അങ്ങോട്ട് ക്ഷണിക്കുന്നൊന്നുമില്ല. അതേ സമയത്ത് ആരെങ്കിലും സിറാജുൽ കാണണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അന്ന് വന്നാൽ സന്തോഷമാണ്. രാവിലെ മുതലേ ഹഫലത്തുൽ ഖുർആൻ പരിപാടിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കർണാടകയിലുള്ള നിങ്ങളെയൊക്കെ വിളിച്ചു കൊണ്ടുപോകുന്ന പരിപാടി ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജമിയത്തിലൂടെ 100-ാം വാർഷികമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് വാർഷികങ്ങളൊക്കെ നടത്താനുണ്ട്. അതുവരെ നമ്മുടെ സംഘടന ശക്തിപ്പെടുത്തുന്ന, സംഘടനയ്ക്ക് വേണ്ടി ഒഴിച്ചു വെച്ചിട്ടുള്ള സമയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അൽഹംദുലില്ലാഹ്, SSFന്റെ കേരളത്തിലെയും കർണാടകയിലെയും ഒക്കെ സമ്മേളനങ്ങൾ നടന്നു. SYSന്റെ സമ്മേളനം നടന്നു. ഇനി കേരള മുസ്ലിം ജമാഅത്തിന്റെ പരിപാടികളാണ് ഈ വർഷത്തിൽ വളരെ ഗംഭീരമായി നടക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ പിറ്റത്തെ വർഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷിക മഹാസമ്മേളനമൊക്കെ നടക്കാനുണ്ട്. അപ്പോഴൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സിറാജുൽ ഹുദയുടെ ഒരു വലിയ വാർഷിക സമ്മേളനം നടത്തണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കർണാടകയിലുള്ള എല്ലാ മുഅ്മിനീങ്ങളും ഉമറാക്കളും ഉലമാക്കളും പ്രവർത്തകരും എല്ലാം സിറാജുൽ ഹുദയോട് വളരെയേറെ സഹകരിക്കുന്നവരാണ്, സഹായിക്കുന്നവരാണ്.
ഒരുപാട് നൂറുകണക്കിന് ആലിമീങ്ങൾ സിറാജുൽ ഹുദയിൽ പഠിച്ചവർ ഈ കർണാടകയിൽ ദീനി ഖിദ്മത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സിറാജുൽ ഹുദ പൂർവ്വ വിദ്യാർത്ഥികളായ സലാഹുദ്ദീൻ സഖാഫി, തഖിയുദ്ദീൻ മദനി, അവരുടെ ബാപ്പ മാടന്നൂർ മുക്രി ഉസ്താദ് വഫാത്തായ റജബ് 8 വർഷം 8-ന് ഒരു വർഷം തികയുകയാണെന്ന് അറിയിച്ചു. അള്ളാഹു അവരുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെ ഖബറിലും, ഞാൻ ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ ഒരാളത് പറയാതെയായി പോകുന്നത് പേടിച്ചിട്ടാണ് പറയാത്തത്. എനിക്ക് പലരുടെയും പേരിങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബ് എല്ലാവരുടെ ഖബറിലും സന്തോഷം നൽകുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. നമ്മുടെ സംഘടനയോടും സ്ഥാപനങ്ങളോടും ആലിമീങ്ങളോടും മുതഅല്ലിമീങ്ങളോടും സയ്യിദന്മാരോടുമൊക്കെ വലിയ കൂറ് പുലർത്തുന്ന ഉമറാക്കളിൽപ്പെട്ട ഒരു വ്യക്തിക്ക് 2 ദിവസം മുമ്പ് ഒരു വലിയ മുസീബത്തുണ്ടായത് നിങ്ങൾ അറിഞ്ഞിരിക്കും. അല്ലാഹു തആല അദ്ദേഹത്തിന് സലാമത്തിന്റെ വഴി തുറന്നു കൊടുക്കട്ടെ. എല്ലാ മുസീബത്തുകളിലും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും, കളവുകളിൽ നിന്നും, തട്ടിപ്പുകളിൽ നിന്നും, വെട്ടിപ്പുകളിൽ നിന്നും, എല്ലാ ശർറുകളിൽ നിന്നും എല്ലാ ഉലമാക്കളെയും ഉമറാക്കളെയും എല്ലാ മുഅ്മിനീങ്ങളെയും നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. എന്തെങ്കിലും മുസീബത്ത് സംഭവിച്ചവരുണ്ടെങ്കിൽ അവർക്ക് നല്ല മനക്കരുത്തും ക്ഷമയും വലിയ പ്രതിഫലവും നൽകണം അല്ലാഹ്. നഷ്ടപ്പെട്ടു പോയത് തിരിച്ച് എത്തിച്ചു കൊടുക്കാൻ നീ കഴിവുള്ള റബ്ബാണ്. നീ എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു നൽകണം അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.